സനൂപ് 3 വർഷക്കാലം രണ്ടാം പിണറായി സർക്കാരിൽ ദേവസ്വം വകുപ്പായിരുന്നു അദ്ദേഹം കൈകാര്യം ചെയ്തെങ്കിൽ കൂടിയും കെ രാധാകൃഷ്ണന് വലിയ സ്പേസും എന്ന് വെച്ചാൽ വലിയൊരു സ്ഥാനവും രണ്ടാം പിണറായി മന്ത്രിസഭയിൽ നൽകിയിരുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഒരു 3 വർഷക്കാലത്തെ മന്ത്രിസ്ഥാനം രാജിവെച്ചൊഴിയുമ്പോൾ എത്ര കണ്ട് സംതൃപ്തി അദ്ദേഹത്തിനുണ്ട്? ആദ്യമായി ഒരു പാർലമെന്റിലേക്ക് MP എന്നുള്ള നിലയിൽ പോകുമ്പോൾ ആ നിലയ്ക്ക് എന്ത് പ്രതീക്ഷയൊക്കെ അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്? മൂന്ന് വർഷം തന്റെ ടേം പൂർത്തിയാക്കിയിരുന്നു. അതിനുശേഷം ആലത്തൂരിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച് CPM-ന്റെ LDF-ന്റെ ഏക MP ആയിട്ട് അദ്ദേഹം പാർലമെന്റിലേക്ക് പോവുകയാണ്. സംതൃപ്തിനോടെ തന്നെയാണ് മടക്കമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ഇപ്പോൾ ക്ലിഫ് ഹൗസിൽ രാജിവെച്ച ശേഷം തന്റെ ഔദ്യോഗിക വാഹനങ്ങളെല്ലാം തന്നെ ഉപേക്ഷിച്ച് അദ്ദേഹം നടന്ന് ക്ലിഫ് ഹൗസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത്. അവിടുത്തെ സ്റ്റാഫുകളോടക്കം സെക്യൂരിറ്റി ജീവനക്കാരോടക്കം എല്ലാവരോടും യാത്ര പറഞ്ഞ് മടങ്ങുന്ന ദൃശ്യമാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ആദ്യഘട്ടത്തിൽ കാരണം അദ്ദേഹം CPM-ന്റെ മുതിർന്ന നേതാവ് കൂടിയാണ്, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രിയാക്കിയപ്പോൾ തന്നെ പലരും ചോദിച്ചിരുന്നു വലിയ വകുപ്പൊന്നും കൊടുക്കാതെ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ ഒരു വകുപ്പ് നൽകിയത്. പക്ഷേ അതിലൊന്നും ഒരു അതൃപ്തി അദ്ദേഹം കാണിച്ചില്ല. കാരണം കേരളത്തിലെ ഏറ്റവും വലിയ വകുപ്പ് എന്നുള്ള കാര്യം തന്നെയാണ് അദ്ദേഹം ഇതിന് മറുപടിയായിട്ട് സൂചിപ്പിച്ചത്. അദ്ദേഹം ഈ അവസാനത്തെ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക പരിപാടിയിൽ പോലും അദ്ദേഹം ഇത് എടുത്ത് സൂചിപ്പിക്കുകയും ചെയ്തു. ഏറ്റവും വലിയ വകുപ്പ് തന്നെയാണ് തനിക്ക് നൽകിയിട്ടുള്ളത്, അതിൽ തന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം തന്നെ ചെയ്ത് മടങ്ങുകയാണ്. അദ്ദേഹത്തിന്റെ ഈ വ്യക്തിപ്രവാഹം കൂടി തന്നെയാണ് അദ്ദേഹത്തെ ആലത്തൂരിൽ LDF-ന്റെ ഏക MP ആയിട്ട് വിജയിപ്പിച്ചതും. കാരണം ബാക്കിയുള്ള എല്ലാ പ്രമുഖ സ്ഥാനാർത്ഥികളും എല്ലാം തോറ്റപ്പോൾ പോലും അദ്ദേഹത്തിന്റെ ഈ വ്യക്തിപ്രഭാവം ഒന്നുകൊണ്ട് മാത്രമാണ് ആലത്തൂരിൽ CPM-ന്റെ അഭിമാനമായിട്ട് കെ രാധാകൃഷ്ണൻ വിജയിച്ച് പാർലമെന്റിലേക്ക് പോകുന്നത്. എന്തായാലും അദ്ദേഹം മന്ത്രിസ്ഥാനം രാജിവെച്ചു കഴിഞ്ഞു. ഇനി നേരെ നിയമസഭയിൽ പോയി MLA സ്ഥാനവും രാജിവെക്കുന്ന ചടങ്ങ് മാത്രമാണ് ബാക്കിയുള്ളത്. 22-ാം തീയതിയാണ് അദ്ദേഹം ഡൽഹിയിലേക്ക് മടങ്ങുന്നത്. ഇപ്പോൾ അദ്ദേഹം പുറത്തിറങ്ങുകയാണ്. രാജി സമർപ്പിച്ചു. മുഖ്യമന്ത്രിക്ക് മന്ത്രി എന്നുള്ള നിലയിലുള്ള രാജി സമർപ്പിച്ചു. ഇനി സ്പീക്കർക്ക് MLA എന്ന നിലയിലുള്ള സ്ഥാനം കൂടി രാജിവെക്കണം. അപ്പം നേരെ അങ്ങോട്ട് പോവാണ്. സ്പീക്കറോടെ ഞാൻ 22-ാം തീയതി പോകും. 24-ാം തീയതിയാണ് അവിടെ സത്യപ്രതിജ്ഞ. 24, 25, 26. അപ്പം അതിനു മുമ്പേ നമുക്ക് രാജിവെച്ച് പോകണം. ഇന്നിപ്പോൾ 14 ദിവസമായി ഡിക്ലറേഷൻ വന്നിട്ട്. 14 ദിവസത്തിനുള്ളിൽ നമ്മുടെ ഇവിടുത്തെ MLA സ്ഥാനം രാജിവെച്ചില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി തന്നെ MP സ്ഥാനം നഷ്ടം. പ്രവർത്തന മണ്ഡലം മാറുകയാണ്. എന്തായിരിക്കും ഡൽഹിയിലെ ദൗത്യം? എന്താണ് ചെയ്യാൻ കഴിയാന്നുള്ളത് നമുക്ക് നോക്കാം. അല്ലാതെ മുൻകൂട്ടി നമ്മളൊരു പ്ലാൻ തയ്യാറാക്കിയിട്ടല്ലോ പോകുന്നത്. ഓരോ സാഹചര്യം അനുസരിച്ച് നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയാന്നുള്ളത് നോക്കാം. അല്ലാതെ കേരളത്തിൽ നിന്നുള്ള LDF-ന്റെ ഏക പ്രതിനിധിയാണ്. എല്ലാവരും വിഷമമുണ്ടോ? വിഷമിച്ചിട്ട് കാര്യമില്ലല്ലോ, അങ്ങനെ ആയിപ്പോയി. വരുന്നത് വെച്ച് നമുക്ക് ഡീൽ ചെയ്ത് പോകാന്നുള്ളതല്ലേ. ഓരോ സന്ദർഭവും അതിനെ അതിജീവിക്കാൻ കഴിയുന്ന രീതിയിൽ ഇടപെടുക. LDF-ന് കൂടുതൽ സീറ്റ് കിട്ടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. ഒരു സീറ്റായി കുറഞ്ഞു. അപ്പം അതനുസരിച്ച് കൊണ്ട് നമുക്ക് പ്രവർത്തിക്കാൻ ഉള്ള മേഖല അത് നോക്കാം. നമുക്ക് ഒരു സുപ്രധാന ഉത്തരവ് കൂടി ഇറക്കിയിട്ടാണ് മന്ത്രിസ്ഥാനത്ത് നിന്ന് പണിയിറക്കുന്നത്. അതെ, അതായത് കോളനി എന്നുള്ളത് ഞാൻ നേരത്തെ മുതൽ തന്നെ ആഗ്രഹിച്ചൊരു കാര്യമാണ്. ഈ കോളനി എന്ന് പറയുന്നത് ഒരു അടിമത്തത്തിന്റെ ഒരു സിമ്പലായിട്ടാണ്. കാരണം നമ്മുടെ ബ്രിട്ടന്റെ കോളനിയായിരുന്നു നമ്മൾ. നൂറ്റാണ്ടുകളോളം ഇന്ത്യ അടിമരാജ്യമായി. അപ്പോൾ കോളനി എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു അടിമത്തത്തിന്റെ ഒരു സിമ്പലുണ്ട്. അത് ആ കോളനി എന്നുള്ള പേര് മാറ്റണം എന്നുള്ളത് നമ്മൾ നിരവധി ഘട്ടത്തിൽ ചർച്ച ചെയ്തതാണ്. എന്തായാലും ഈ ലാസ്റ്റ് മുമ്പിലുള്ളത് കോളനി നമുക്ക് അബോളിഷ് ചെയ്യാൻ വേണ്ടി കഴിയണം, കോളനി എന്നുള്ള വാക്ക്. കാരണം ഒരു കൾച്ചറിന്റെ ഒരു പ്രശ്നം അവിടെ ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആ പേര് മാറ്റാൻ വേണ്ടി തീരുമാനമെടുത്തത്. ഓരോ പ്രദേശത്തും ഇഷ്ടമുള്ള പേരുകൾ, അത് വ്യക്തികളുടെ പേര് പരമാവധി കുറയ്ക്കുക എന്നുള്ളതാണ്. നിലവിൽ വ്യക്തികളുടെ പേരിൽ വല്ല പ്രദേശം അറിയപ്പെടുന്നുണ്ടെങ്കിൽ ആ പേരിലും ആ പേരിന്റെ കൂടെ കോളനി എന്നുള്ളതുണ്ടെങ്കിൽ അത് മാറ്റണം. പിന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പേരുകൾ കണ്ടെത്താൻ കഴിയും. ട്രൈബൽ ഏരിയയിൽ ഇപ്പം നമ്മൾ കുറച്ച് ശ്രമം തുടങ്ങി. ഓരോ പ്രദേശത്തും ഇതേ നമ്മൾ അടുത്ത കാലത്ത് വയനാട്ടിൽ ഒരു ഗ്രാമം അത് ഉന്നതി ഗ്രാമമായിട്ട് മാറി. അതുപോലെ തന്നെ പ്രകൃതി ഗ്രാമമായിട്ട് മാറി. ഐശ്വര്യ എന്നുള്ള പേര്, അങ്ങനെ വിവിധ പേരുകളുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള പേരുകളൊക്കെ വരുന്നതാണെങ്കിൽ കുറച്ചും കൂടി നല്ലത് എന്നുള്ളതാണ്. പൊതുവെ ആ വിഭാഗത്തിന്റെ ഇടയിൽ നിന്നും നല്ലപോലെ ആ ആവശ്യം ഉന്നയിച്ച് മുന്നോട്ട് വന്നിട്ടുണ്ട്. പകരം മന്ത്രി തീരുമാനിച്ചു കഴിഞ്ഞു? ഇല്ല, തീരുമാനിച്ചില്ല. പാർട്ടി തീരുമാനിക്കും.
ഓക്കെ